ഹലോ ഗായ്സ്, എല്ലാവർക്കും ടെക് ഫോർ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മെഹബൂബ് എന്നാണ്. ഞാൻ ഫ്രം വയനാട്. വെൽ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അതും ഈ ചൂട് കാലത്ത്. അതായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഫേസിൻ്റെ കാര്യം തീരുമാനമായി, നമ്മളുടെ ഫേസിൻ്റെ കാര്യം പോക്കാണ്. അതായത് ചൂടുള്ള പാടുകൾ, അതേപോലെ തന്നെ ചൂടുള്ള കുരു, അതേപോലെ തന്നെ കരുവാളിച്ച മുഖം, അത് കറുത്ത് ഉരുണ്ട മുഖം, അതേപോലെ തന്നെ ഒരുപാട് പാടുകളൊക്കെ വന്ന് ആകെ നാശമാകും. എവിടെ? നമ്മുടെ ഫേസ്. നമ്മൾ പൊന്നു പോലെ കൊണ്ടു കിടക്കുന്ന നമ്മുടെ ഫേസ് ഇങ്ങനെ പോയാൽ നമ്മൾക്ക് വളരെയധികം ഫീലിംഗ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഫുഡൊക്കെ വെക്കുന്ന അടുപ്പിൻ്റെ ചുവട്ടിൽ പോയിട്ട് വെണ്ണീർ വാരി മുഖത്ത് പുരട്ടിയ ഒരു അവസ്ഥയാണ് എപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി തിരിച്ച് വന്നാൽ. അതും ഈ കാലാവസ്ഥയിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇതിനുള്ളൊരു പരിഹാര മാർഗമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലിട്ട് വന്നിരിക്കുന്നത്. അതായത് ഒരു 1, 2, 3, 4, 5 ടിപ്സുകൾ. എക്സ്പെൻസ് ഒന്നുമില്ല ഫ്രണ്ട്സ്, ഒരു എക്സ്പെൻസും ഇല്ല. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെ ചെയ്താൽ നമുക്ക് നമ്മുടെ ഫേസ് കരുവാളിക്കാതെ, അതേപോലെ തന്നെ പഴയ നിറം, അതായത് ചിലരൊക്കെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പറയും, അല്ല ചങ്ങായിൻ്റെ മുഖം എന്താണ് കറുത്തിട്ട്, പഴയ നിറമൊന്നുമില്ലല്ലോ, എന്താണ് നിനക്ക് പറ്റിയത്? ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളാകെ ഫീലാവും. ഓക്കെ, ഫീലായി തളർന്ന് കിടന്ന് ആകെ രോഗങ്ങളൊക്കെ വന്ന് ഫുള്ള് പ്രശ്നമാവും. അപ്പം ഇതിനുള്ള പരിഹാര മാർഗമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ എന്തായാലും ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയ വീഡിയോസുകൾക്ക് നിങ്ങളുടെ ഫോണിലോട്ട് എൻ്റേത് ലഭിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുഖത്തുള്ള പാടുകളും അതേപോലെ തന്നെ കരിവാളിപ്പൊക്കെ നമ്മുടെ മുഖത്ത് നിന്നും പോവണമെങ്കിൽ നമ്മളുടെ വീട്ടിൽ പുളിച്ച മോരുണ്ടാവും. അതായത് നമ്മൾ ഒരു ദിവസം ഉപയോഗിച്ച് പിറ്റേ ദിവസം എടുക്കുമ്പോൾ അത് ഏകദേശം ഒരു പുളിപ്പുള്ള രീതിയിലുള്ള മോരുണ്ടാവും. ഈ മോര് കൊണ്ട് നിങ്ങളുടെ മുഖം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തിന് നല്ല തണുപ്പും, അതേപോലെ തന്നെ മുഖത്തുള്ള പാടുകളെല്ലാം വേണ്ടി കളയാനുള്ളൊരു കഴിവ് ആർക്കുണ്ട്? നമ്മുടെ പുളിച്ച മോര് കൊണ്ട് കഴിയും. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുകയാണെങ്കിൽ പെർഫെക്റ്റ്, ഡൺ. വളരെയധികം ക്ലീൻ ആവും നമ്മുടെ ഫേസ്. അപ്പം അതൊന്നാമത്തെ കാര്യമാണ്. ഇനി വരണ്ട ചർമ്മമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫേസിലോട്ട് തൈരില്ലേ, നമ്മളുടെ തൈരിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നിങ്ങൾ ഫേസിലോട്ട് പുരട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിന് ഇരട്ടി നിറവും, അതായത് നമ്മളുടെ ഇരട്ടി നിറം മീൻസ് നമ്മളുടെ പഴയ നിറം തന്നെ, അതായത് കരുവാളിച്ച കാര്യങ്ങൾ ഇതൊക്കെ പോയി നമ്മളുടെ ചൂട് കൊണ്ട് ഓരോ ഭാഗത്ത് പാടുകളൊക്കെ വരാം. ഈ പാടുകളൊക്കെ നീക്കം ചെയ്ത് പഴയ ആ രൂപത്തിലോട്ട് നമ്മുടെ ഫേസിനെ മാറ്റിമറിക്കാൻ തൈര് കൊണ്ടും നമുക്ക് കഴിയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പുളിച്ച മോരുണ്ടെങ്കിൽ മോര് കൊണ്ട് കഴുകുക. ഇനി അതല്ല, നിങ്ങളുടെ ചർമ്മം വരണ്ട രീതിയിലുള്ള ഒരു ചർമ്മമാണെങ്കിൽ, അതായത് ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കിന്നാണ് നിങ്ങളുടെ ഫേസിലുള്ളതെങ്കിൽ, നിങ്ങൾ അതേ സ്ഥാനത്ത് തൈര് ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് നിറം കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യുക ഫ്രണ്ട്സ്. അപ്പം നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്, നിങ്ങളുടെ വീട്ടിൽ പനിനീർ ഉണ്ടെങ്കിൽ, അതായത് റെഡിമെയ്ഡ് പനിനീർ ഉണ്ടെങ്കിൽ, റെഡിമെയ്ഡ് പനിനീർ ഇല്ലാത്തവർക്ക് ഞാനൊരു ടിപ്സ് പറയാം. ഈ റെഡിമെയ്ഡ് പനിനീർ ഉള്ളവരാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, ഈ പനിനീർ ഫ്രിഡ്ജിൽ വെക്കുക, തണുപ്പിച്ചതിന് ശേഷം നിങ്ങളെന്ത് ചെയ്യുക, പനിനീരെടുക്കുക, പഞ്ഞിയിൽ മുക്കുക, ഫേസിൻ്റെ ഓരോ ഭാഗത്തും നിങ്ങൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു തണുപ്പും ഈർപ്പവും എല്ലാം വലിച്ചെടുത്തതിന് ശേഷം, അതായത് നമ്മളുടെ ഫേസിലുള്ള ഈർപ്പം, അതായത് വരണ്ട ഈ പാടുകളുള്ള സ്ഥലങ്ങളൊക്കെ അത് വലിച്ചെടുത്തതിന് ശേഷം നല്ല ക്ലീൻ പെർഫെക്റ്റ് ആക്കി തരും ആര്? പനിനീര്. ഓക്കെ, ഇനി പനിനീരില്ലാത്ത ആളുകളാണെങ്കിൽ, അതായത് റെഡിമെയ്ഡ് പനിനീരില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടിൽ റോസാപ്പൂ ഉണ്ടെങ്കിൽ റോസാപ്പൂ നിങ്ങൾ എടുക്കുക, അതെന്ത് ചെയ്യുക, ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച ശേഷം അത് ആറിയതിന് ശേഷം ഒരു കുപ്പിയിലോട്ട് മാറ്റിയതിന് ശേഷം അത് തണുക്കും. ആ തണുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഞ്ഞി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലോട്ട് അത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ഫേസ് ഇരട്ടി നിറം നൽകാൻ വേണ്ടി സഹായിക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാര്യം അതാണ്. അതിന് ശേഷം ഇനി ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ചെറുനാരങ്ങ ഉണ്ടാവും. ചെറുനാരങ്ങ ഇല്ലാത്ത വീടില്ല. ഓക്കെ, അപ്പോൾ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചെറുനാരങ്ങയ്ക്ക് ഈ ബ്ലീച്ചിങ്, അതായത്
ബ്ലീച്ചിങ് ഇൻഫെക്ഷൻ ഉള്ള ഒരു എന്താ പറയുക ഒരു ഉൽപ്പന്നമാണ് ചെറുനാരങ്ങ. അപ്പോൾ ചെറുനാരങ്ങ കൊണ്ട് നമ്മുടെ ഫേസിലുള്ള കരുവാളിപ്പ്, അതായത് കരുവാളിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അടുപ്പിൻ്റെ ചുവട്ടിൽ പോയിട്ട് വെണ്ണീര് മുഖത്ത് പുരട്ടിയ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അത് പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചെറുനാരങ്ങ ഉപയോഗിക്കുക. അതായത് ചെറുനാരങ്ങയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ചെറുനാരങ്ങ എടുക്കുക, അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക, കലക്കുക, ചെറിയ ചെറിയ രീതിയിൽ എന്ത് ചെയ്യുക, പഞ്ഞി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫേസിലോട്ട് അതെന്ത് ചെയ്യുക, സ്പ്രെഡ് ചെയ്യുക. ചെറിയ എരിച്ചിലുണ്ടാവുമെങ്കിലും നമ്മളുടെ ഫേസിലുള്ള ബ്ലീച്ചിങ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് പിന്നെ വേസ്റ്റ് ആയിട്ടുള്ള കറകൾ, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വലിച്ചെടുത്തിട്ട് നമ്മളുടെ ഫേസ് ക്ലീൻ ആക്കി തരാനുള്ള ഒരു കഴിവ് ചെറുനാരങ്ങക്കും ഉണ്ട്. അപ്പോൾ ചെറുനാരങ്ങയും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ പുറത്തു പോയി വീട്ടിലോട്ട് വന്നതിന് ശേഷം മാത്രമേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെല്ലാവരും പാലിൽ കുളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, എവിടെയെങ്കിലും പോയി അവിടെ ഒരു പാലിൻ്റെ കുളമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുടിക്കുന്നതിനേക്കാൾ നമുക്കിഷ്ടം അതിൽ കയറി കിടന്ന് കുളിക്കുകയാണ്. ഈ കുളിച്ചതിന് ശേഷം മറ്റുള്ളവരോട് പറയാനും ഒരാഗ്രഹമാണ്. അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഈ പാല് നമുക്ക് കുടിക്കാൻ വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്. നമ്മുടെ പച്ചപ്പാൽ, അതായത് പാക്കറ്റ് പാലോ അല്ലെങ്കിൽ പശുവിൽ നിന്ന് കറന്ന പാലോ ഏതെങ്കിലും ഒരു വിധത്തിലുള്ള പാല്, പച്ചപ്പാല് ചൂടാക്കാതെ നിങ്ങളെന്ത് ചെയ്യുക, തണുപ്പിച്ച പാല് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആവും. അപ്പോൾ തണുപ്പിച്ച പാല് നിങ്ങൾ എടുത്തിട്ട് മുഖം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ക്ലീൻ ആകും. എവിടെ, നിങ്ങളുടെ മുഖം. ഓക്കെ, നിങ്ങളുടെ മുഖം നല്ല ക്ലീനുമാവും. ആ പഴയ നിറം തന്നെ നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ തണുപ്പിച്ച പാല് നിങ്ങളൊന്ന് ഫേസ് ഉപയോഗിച്ചൊന്ന് കഴുകുക, ഫേസിലോട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്യുക. അത് എവിടെയെങ്കിലും പോയി വന്നതിന് ശേഷം നിങ്ങളാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, അതേപോലെ തന്നെ നമ്മളെ ലൈഫിൽ നമ്മളെ അലട്ടുന്ന, ചൂട് കാലത്ത് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രോബ്ലമാണ് എന്ത്, നമ്മുടെ ഫേസിൽ ഒരു എന്താ പറയുക, ഇത് സാധാരണ രീതിയിലുള്ള കുരുവാണ്. ചൂട് കുരു പൊന്താനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമ്മുടെ ഫേസിലോട്ട് ചൂട് കുരു ഈ തണുത്ത സമയത്ത് വേനൽക്കാലത്തൊക്കെ നമ്മുടെ ഫേസിലോട്ട് ചൂട് കുരു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് എല്ലാവരിലേക്കും വരില്ല എങ്കിലും ചിലരുള്ള ഫേസിലൊക്കെ അത് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ചൂട് കുരു വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, തേങ്ങാപ്പാൽ ഉപയോഗിച്ച് ഫേസ് കഴുകുക. അതേപോലെ തന്നെ ചെറുപയർ പൊടി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുക, ഫേസ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് കുളിക്കുക. അപ്പോൾ പെർഫെക്റ്റ് ആവും. അത് ഈ ചൂടുകുരു പോകാനുള്ള ഒരു മരുന്ന് എന്ന രീതിയിലാണ് നമ്മുടെ തേങ്ങാപ്പാലും അതേപോലെ തന്നെ ചെറുപയറും ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക.